ഇപ്പം നമ്മുടെ കേരളത്തിലെ കുംഭമേള മഹാമാഘ മഹോത്സവം. അപ്പം നമ്മളിന്ന് മഹാമാഘ മഹോത്സവത്തിലേക്കാണ് പോകുന്നത്. ഹരിദ്വാറിലും പ്രയാഗിലും ഒക്കെ കുംഭമേള നടക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ കുംഭമേള എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. പണ്ട് ഇവിടെ മാമാങ്കം നടന്നിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ മാമാങ്കം നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ തിരുനാവായി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാരതപ്പുഴയുടെ തീരത്ത്, ഈ നിളാതീരത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഒരു കുംഭമേള നടത്തിയാണ്. അപ്പോൾ ആ കുംഭമേള കണ്ടില്ലേ, മോശമല്ലേ? അപ്പോൾ ഞങ്ങളും പോവുകയാണ് കേട്ടോ ആ കുംഭമേള കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയേക്കണ പാലം കേട്ടോ. ഈ പാലം താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്നൊരു പാലം കേട്ടോ. ഈ പാലത്തിലാണ് അനുമതി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാലം സേഫ്റ്റി ആയതുകൊണ്ട് അനുമതിയെ കൊടുത്ത് ഇപ്പോൾ എല്ലാവരും ഈ പാലത്തിലൂടെയാണ് കേട്ടോ പോകുന്നത്. വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ, അപ്പുറത്തെ ബസ്സിൽ വേറൊരു വഴിയും കൂടിയുണ്ട് ഇങ്ങോട്ട് എത്താനായിട്ട്. നമ്മളപ്പോൾ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ അടുത്തെന്നാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സമയത്ത് വന്നിട്ട് തന്നെ നല്ല വെയിലാണ് കേട്ടോ. പക്ഷേ കാറ്റുണ്ട്. ആ കാറ്റുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസം. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങൾ 4 മണി 4:30 കൂടിയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ശരിക്കും രാവിലെയോ ഉച്ചക്കൊക്കെ വന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഒടുക്കത്തെ വെയിലായിരിക്കുള്ളൂ. നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളാകെ കത്തിക്കരിഞ്ഞ് പോകും. അപ്പോൾ നമ്മളൊരു 4:30-5 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ പാലത്തുമ്മയെ കൂടിയാണ്ടല്ലോ വളരെ ശ്രദ്ധയോട് കൂടിയാണ് അധികൃതർ നമ്മളെ ഇതിലേക്ക് കയറ്റി വിടുന്നത്. എന്താണെന്നറിയോ, ഇതാണ്ട ഓരോ ലൈനായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ കയറ്റില്ല. ഈ ലൈൻ, ഈ ഒരൊറ്റ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ ഈ പാലത്തുമ്മയെ കൂടി കേട്ടോ. നമ്മളപ്പോൾ ആ പാലത്തുമ്മയെ കൂടി കയറി മറുകരയിലേക്ക് എത്തിയേക്കേണ്ട. ഇവിടെയാണ് നീളാരതിയൊക്കെ നടക്കുന്നത്. അതായത് സ്വാമിമാരൊക്കെ വന്ന് പൂജ നടത്തുന്നതും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വശത്തേക്ക് എത്തിയൊക്കെയാണ്. ഇവിടെ എത്രയോ ആളുകളാണെന്ന് നോക്കിയത്. ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6:30ക്കാണ് നീളാരതി പറഞ്ഞിരിക്കുന്നത്. ആ സമയമാകുമ്പോഴൊക്കെ തിരക്കാവുള്ളൂ. ഇപ്പോഴും ആളുകൾ വന്ന് ബലിതർപ്പണവും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പക്ഷേ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ നേരത്തെയാണ് വന്നതെന്നാണ് കരുതിയത്. ഞങ്ങളാണ് നേരത്തെ വന്നതെന്ന് കരുതിയത്. പക്ഷേ ഉണ്ടല്ല, ഇവിടെ കാലത്ത് തൊട്ടും ഉച്ചക്ക് തൊട്ടും ഒക്കെ ആളുകൾ വന്ന് തമ്പടിച്ചൊക്കെ കേട്ടോ നിളാരതി കാണാനായിട്ട്. ആ വെയിലും കൊണ്ട് ഈ വെയിലത്ത് ഇരുന്ന് ഇത്രയും ഭക്തിയോടുകൂടി ആ നിളാരതി കാണണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? അതെന്തായാലും ഒരു നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അത് നമുക്ക് കണ്ടറിയാം കേട്ടോ. നീളാരതിക്ക് ഉള്ള സമയമായിട്ട് കേട്ടോ, സന്ധ്യയായി തുടങ്ങി കേട്ടോ, സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. ശരിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ, മാമാങ്കത്തിൻ്റെ ഒരു കറക്റ്റ് ആ ലൊക്കേഷൻ പോലെ തന്നെ കേട്ടോ നമുക്ക് തോന്നുന്നത്. പണ്ട് കാലത്ത് 12 വർഷത്തിലൊരിക്കൽ ഇവിടെ മാമാങ്കം നടന്നിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. കൊല്ലുക അല്ലെങ്കിൽ ചാവുക എന്നായിരുന്നു ചാവേറുകളുടെ ഒരു മനസ്സിലുള്ള ഒരു ദൃഢനിശ്ചയം. അക്കാലത്ത് എത്രയോ ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ടാവുമല്ലേ. ചോര കണ്ട് മതിയായ നീളാതീരം. ആ നീളാതീരത്ത് ഇപ്പോൾ നടക്കുന്ന ഈ മാഘ മഹോത്സവം. കാശിയിൽ നടക്കുന്ന നീളാരതി നമ്മൾ TV-യിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അത് നേരിൽ കാണാനായിട്ട് നമുക്കൊരവസരം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായൊക്കെയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ നാവാമുകുന്ദനെ കണ്ട് തൊഴുത് ഈ ഭാരതപ്പുഴയിലൊന്നും മുങ്ങിക്കുളിച്ചതിന് ശേഷം, പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയതിന് ശേഷം കാശിയിൽ നിന്നും എത്തിയ പൂജാരിമാർ നടത്തുന്ന നീളാരതിയും കണ്ട് മടങ്ങുമ്പോൾ കാശിയിൽ നടക്കുന്ന വിശേഷപ്പെട്ട ആ ഗംഗാ ആരതി നേരിൽ കാണാൻ കഴിയാത്തവർക്ക് അതൊരു നല്ല അനുഭവമായി മാറുകയാണ്.